പ്രൗഡ് മൊമെന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ എനിക്കാണ് ആ ഒരു ഇരട്ടി മധുരം. സെറ്റ് പരീക്ഷയുടെ ഇന്റർവ്യൂവിന് ഇതേ സീറ്റിൽ ഇതേ മുറ്റത്ത് ഞങ്ങൾ ഇരുന്നതാണ്. സെറ്റ് മാത്രം എഴുതുന്നുള്ളെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് എഴുതാൻ പറ്റുമെങ്കിൽ അത് ട്രൈ ചെയ്യാം. നെറ്റിന്റെ കൂട്ടത്തിൽ സെറ്റ് എഴുതാം. കാരണം രണ്ടും ലിങ്ക്ഡ്. അപ്പൊ നിങ്ങൾ ഒന്നിനു വേണ്ടി മാത്രം പഠിച്ച് ടൈം വേസ്റ്റ് ആക്കരുത്. നിങ്ങൾ രണ്ടിനും പഠിക്കണം. അന്ന് പറഞ്ഞിരുന്ന ഒരു വാക്കുണ്ടായിരുന്നു, നെറ്റ് നേടിയിട്ട് വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ വരുമെന്ന്. അടുത്തടുത്ത വിജയങ്ങളുടെ പടവുകൾ ചവിട്ടിക്കയറാനാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതിന് ഇന്ന് ഇടയായി. വളരെ സന്തോഷം. ഹസീബ, വെൽക്കം ബാക്ക്. ഹായ് എവരിവൺ. ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. ഹസീബയ്ക്ക് കൊടുത്തൊരു വാക്ക്, അല്ലെങ്കിൽ ഹസീബ I+ന് തന്നൊരു വാക്ക് നിറവേറ്റപ്പെടുന്ന ഒരു ദിവസമാണ്. സെറ്റ് പരീക്ഷയുടെ ഇന്റർവ്യൂവിന് ഇതേ സീറ്റിൽ ഇതേ മുറ്റത്ത് ഞങ്ങൾ ഇരുന്നതാണ്. അന്ന് പറഞ്ഞിരുന്നൊരു വാക്കുണ്ടായിരുന്നു, നെറ്റ് നേടിയിട്ട് വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ വരുമെന്ന്. അതിന് ഇന്ന് ഇടയായി. വളരെ സന്തോഷം. ഹസീബ, വെൽക്കം ബാക്ക്. താങ്ക് യു സോ മച്ച്. ശരിക്കും പറഞ്ഞാൽ എനിക്കാണ് ആ ഒരു ഇരട്ടി മധുരം. കാരണം ഈ ഒരു ഞാനങ്ങനെ പറഞ്ഞെങ്കിലും എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഇത് കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടിയെന്നുള്ളതാണ് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. നെറ്റ് പരീക്ഷയിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യുന്ന വളരെ ചുരുങ്ങിയ ഒരു പെർസെൻറ്റേജ് ആൾക്കാരേ ഉള്ളൂ. അതും നെറ്റ് നേടി, നല്ല സ്കോറോടുകൂടി നെറ്റ് നേടി എത്തിയിരിക്കുകയാണ് ഹസീബ. ആ ജേണി ഒന്ന് പറയാമോ? സെറ്റ് പരീക്ഷ കഴിഞ്ഞിട്ട് നമ്മുടെ കോഴ്സുകൾ അന്നൊരു ഗിഫ്റ്റായിട്ട് എന്ന പോലെ തന്നെ ഹസീബയ്ക്ക് നൽകുകയുണ്ടായിരുന്നു. പേപ്പർ 2, പേപ്പർ 1 ഓൾറെഡി എടുത്ത് പഠിക്കുന്നുണ്ടായിരുന്നു. കൊമേഴ്സ് കൂടി ആഡ് ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു ആ പഠന ജേണി? ഞാൻ ശരിക്കും പറഞ്ഞാൽ പേപ്പർ 1 മാത്രമാണ് ചേർന്നത്. നെറ്റ് പേപ്പർ 1 ചേർന്നിട്ടാണ് ഞാൻ അതിൽ നിന്ന് എനിക്ക് സെറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഞാൻ സെറ്റിന് പ്രിപ്പയർ ചെയ്തത്. അങ്ങനെ സെറ്റ് കിട്ടി. നെറ്റ് പേപ്പർ 2 കോമേഴ്സ് ഞാൻ എടുക്കാഞ്ഞത് പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ബുക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ബുക്കൊക്കെ റെഫർ ചെയ്യാമെന്ന് വെച്ചിട്ടായിരുന്നു. പക്ഷെ പിന്നെ എന്താണെങ്കിലും നെറ്റിൻ്റെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചപ്പോൾ എനിക്ക് നെറ്റിൻ്റെ പേപ്പർ 2 കിട്ടി. അത് വെച്ച് ഞാൻ വിചാരിച്ചു ഒന്നുകൂടെ ഒന്ന് നോക്കാം. അങ്ങനെ എന്താണെങ്കിലും എന്ത് പറഞ്ഞാലും എനിക്കറിയില്ല, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ആക്കാൻ പറ്റിയില്ല. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാനത് വിചാരിച്ചില്ല. അന്ന് നമ്മൾ പറഞ്ഞെങ്കിലും ഈ ഉടനെ തന്നെ ഈ ഒരു വരവ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യം 2-3 മാസത്തെ ഗ്യാപ്പേ ആയിട്ടുള്ളൂ അല്ലേ സെറ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട്? എങ്ങനെയാണ് പഠിച്ചത് ഈ സംഭവങ്ങൾ പഠിച്ചെടുത്തത്? പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ കുഞ്ഞു മോളെ കണ്ടിരുന്നു. അവൾക്കിപ്പോൾ 1.25 വയസ്സാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ കുഞ്ഞിന്റെ ചെറിയ പ്രായത്തിൽ കഴിഞ്ഞ ഒരു 6 മാസം പഠിച്ചു എന്ന് പറഞ്ഞാൽ 7-8 മാസം പ്രായമുള്ള കുഞ്ഞിനെ വെച്ച്, അല്ലെ 9 മാസം പ്രായമുള്ള കുഞ്ഞിനെ വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തത്. ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെയുണ്ടായിരുന്നു? ഒരു അമ്മ എന്നുള്ള പെർസ്പെക്റ്റീവില് ഈ വിജയത്തിലേക്കുള്ള വഴികൾ പറയുന്നത് ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യും. എങ്ങനെയായിരുന്നു അത്? ഞാൻ വീഡിയോസിൽ കാണുമ്പോഴും എല്ലാവരും പറയുന്നത് ഒരുപാട് നേരം ഇരുന്ന് പഠിച്ചു, ഒരുപാട് സമയം എടുത്താണ് ഇത് ചെയ്തതെന്നൊക്കെ. പക്ഷേ എൻ്റെ ഒരു കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു ടൈം, ഇപ്പം എൻ്റെ കാര്യമല്ല, ഏതൊരു അമ്മയടുത്ത് ചോദിച്ചാലും അല്ലെങ്കിൽ വേറെ ഇപ്പോൾ ഒരു ജോലിക്ക് പോയി പ്രിപ്പയർ ചെയ്യുന്നത് കുറച്ച് സമയം കൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ചോദിച്ചാലും ഒത്തിരി നേരം ഇരുന്ന് പഠിക്കാൻ കിട്ടില്ല. കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. നമുക്കിവിടെ ഫാമിലി സപ്പോർട്ട് എന്ന് പറയുന്നൊരു കാര്യമില്ലെങ്കിൽ നമുക്കൊന്നും നടക്കില്ല. അവർ നമ്മുടെ കൂടെ 100% നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വിജയിക്കുന്നിടത്ത് എത്താൻ പറ്റുന്നത്. അപ്പം എപ്പോഴും നമുക്ക് ആ ഒരു ഫോക്കസ് വേണം. നമുക്ക് കിട്ടണം. നമുക്ക് ഒത്തിരി നാൾ കഴിഞ്ഞ് കിട്ടിയിട്ടും കാര്യമില്ല. നമ്മൾ പഠിച്ചു കഴിഞ്ഞ് നമുക്ക് ഉടനെ ഒരു ജോലി, അതാണ് എല്ലാവരുടെയും ഒരു ആഗ്രഹം. പഠിച്ചു കഴിഞ്ഞ് ജോലി വേണം, നമുക്ക് ഇഷ്ടമുള്ളൊരു ജോലി, അതാണ് വേറൊരു കാര്യം. നമുക്കിഷ്ടമില്ലാതെ കിട്ടിയിട്ടും കാര്യമില്ല. നമുക്കിഷ്ടമുള്ളൊരു ജോലിയിലേക്ക് എത്തണം. അപ്പോൾ നമുക്ക് ആ ഒരു ഫോക്കസ് വേണം. ആ ഫോക്കസിൽ നിന്ന് നമ്മൾ മാറാൻ പാടില്ല. പിന്നെ നമുക്കതിലേക്ക് എത്തിച്ചേരാനുള്ള ഓരോ ബാരിയേഴ്സും നമ്മൾ നോക്കണം. എന്നെ സംബന്ധിച്ച് വീട്ടിലെ കാര്യങ്ങളായിരുന്നു മെയിനായിട്ടുള്ളൊരു കാര്യങ്ങൾ. അപ്പോൾ അതെന്താണെങ്കിലും ഇവിടുത്തെ ചേച്ചി പറയാതിരിക്കാൻ വയ്യ. ചേച്ചി മുന്നിട്ട് നിന്ന് എല്ലാം ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് എനിക്ക് പിന്നെ ബാക്കി കുറച്ച് സമയം എനിക്ക് പിന്നെ കിട്ടുന്നതും. വീട്ടിലെ കാര്യങ്ങൾ ചേച്ചി നോക്കുന്നത് കൊണ്ട് തന്നെ ബാക്കി ഉള്ള സമയത്ത് എനിക്കാണെങ്കിൽ എൻ്റെ രീതിക്ക് കുറച്ച് ടൈം എനിക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു ടൈം എനിക്ക് കിട്ടുന്നതുകൊണ്ടാണ് ഇത്രയെങ്കിലും എനിക്ക് എത്താൻ പറ്റുന്നത്. ആ ഒരു ടൈമും ഇപ്പം വേറെ ഒരു തിരക്കുകളൊന്നുമില്ലാതെ ഫുൾ ടൈം ഇരുന്ന് പഠിക്കുന്ന ഒരാളടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അവർക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല, പഠിച്ചാൽ മാത്രം മതി, ഒത്തിരി ടൈമുണ്ട്. അപ്പം അവർ ചിലപ്പോൾ 5-6 മണിക്കൂറായിരിക്കും ഈ ഒരു ഇതിന് വേണ്ടി ഇരിക്കുന്നത്. പക്ഷേ എനിക്ക് പറയാം, ഒരു ദിവസം ചിലപ്പം 2 മണിക്കൂർ കിട്ടിയാൽ കിട്ടി, അതൊന്നും ഇല്ല. ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ തന്നെയുള്ളൂ. ഞാൻ കൂടുതലും ഫോണിലായിരുന്നു എൻ്റെ പഠിത്തമെല്ലാം. എനിക്ക് ഈ ബുക്ക് എടുത്ത് ഇരുന്ന് പഠിക്കുന്ന ആ ഒരു ഇതൊന്നുമില്ല. അങ്ങനെ ഇരുന്ന് പഠിക്കാനൊന്നും പറ്റില്ല. സാഹചര്യം അനുവദിക്കുന്നില്ല എന്ന് വേണം. അതെ അതെ. അപ്പം അങ്ങനെ ഇരുന്ന് പഠിക്കല്ലേ. പിന്നെ ഞാൻ പണ്ടും ഒത്തിരി ഇങ്ങനെ നടന്നൊരു കൈ ബുക്കോ കൈ ഫോണോ വെച്ചിട്ട് ഇങ്ങനെ നടന്ന്, ഇപ്പം കുഞ്ഞിനെ ഇവിടെ മുറ്റത്ത് കളിക്കാൻ വിടുമ്പോൾ ഈ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടൊക്കെയാണ് എൻ്റെ ഒരു പഠിത്തം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ. ഇപ്പോൾ ഒരു കാര്യം എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്,
എങ്ങനെയാണ് നമുക്ക് നമ്മുടെ റിസോഴ്സസ് എന്താണ്, നമുക്ക് എത്ര ടൈമുണ്ട്, അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണോ പഠിക്കുന്നത് ആ ഒരു രീതി, ഇപ്പം നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ ആ ഒരു രീതിക്ക് വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. തീർച്ചയായിട്ടും ഒരു സെറ്റ് പാറ്റേൺ, ഇപ്പോൾ അലൻസാറോ അല്ല I+ഓ അല്ലെങ്കിൽ ആരും ആവട്ടെ, ഇങ്ങനെ തന്നെ പോകണം എന്നുള്ളൊരു കോൺക്രീറ്റ് ആയിട്ടുള്ള പാത്തിനേക്കാൾ എപ്പോഴും എളുപ്പം ഹസീബയുടെ ഒപ്പീനിയനിൽ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്ലാൻ ചെയ്യുക, അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക, അതിൽ കൺസിസ്റ്റന്റ് ആയിരിക്കും. പല കുട്ടികൾക്കും പല രീതിയിലായിരിക്കും അവർ പഠിക്കുന്നത്. ചിലർക്ക് എഴുതി പഠിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നത്, ചിലർക്ക് അങ്ങനെയല്ല, നോക്കി പോയാൽ തന്നെ കിട്ടും. അപ്പം ഒരാളെ നമ്മൾ നോക്കി അവരങ്ങനെ പഠിച്ചതുകൊണ്ട് അങ്ങനെ തന്നെ പഠിക്കണം എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. എപ്പോഴാണ് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും നമ്മുടെ മൈൻഡിൽ അത് നിൽക്കുന്നത്, ആ ഒരു പാറ്റേൺ അത് നമ്മൾ വിശ്വസിക്കുക. നമുക്കൊരു ഉണ്ടാവുമല്ലോ, നമുക്കൊരു പാറ്റേൺ ഉണ്ടാവും, അതിൽ നമ്മൾ വിശ്വാസം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം റെഡിയാവും. ആ പ്രോസസ്സിൽ വിശ്വസിക്കുക. I+ന്റെ മെറ്റീരിയലുകൾ ഹസീബയുടെ ഈ ജേർണിയിൽ വളരെ ചുരുങ്ങിയ സമയമായിരുന്നു പഠിക്കാനുണ്ടായിരുന്നതെന്ന് പറഞ്ഞുവല്ലോ, എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തത്? അതെ, പലരും കോച്ചിങ്ങിന് പോയി തന്നെ പഠിച്ചാലേ പറ്റുള്ളൂ, അല്ലാതെ പറ്റില്ല എന്നൊക്കെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ I+ൽ മാത്രമേ ചേർന്നിട്ടുള്ളൂ. ഞാൻ ഈ ഒരു ഇതിൽ മാത്രം ചേർന്നിട്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ 6 മാസം മുന്നേ ആയിരുന്നു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഇതിൽ തന്നെയായിരുന്നു ചേർന്നത്. ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടുത്തെ ക്വിക്കായിട്ടുള്ള റിവിഷനും ആ ഒരു ചെറിയ നോട്ട്സുമാണ് നമുക്ക്, പ്രിസൈസ് ആയിട്ടുള്ള ഒരു നോട്ട്സുമാണ് നമുക്ക് ഏറ്റവും എന്നെപ്പോലുള്ള ആൾക്കാർക്ക് വേണ്ടത്. അപ്പം അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. പിന്നെ ഗൂഗിൾ മീറ്റിൽ ഇടയ്ക്കിടയ്ക്ക് ലൈവ് ക്ലാസ്സസ് വരുമായിരുന്നു. അപ്പോൾ ആ ലൈവ് ക്ലാസ്സസൊക്കെ ഞാൻ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ നോക്കുമായിരുന്നു. അങ്ങനെ അതിൽ കയറുമ്പം നമ്മൾ റിവൈസ് ചെയ്യാത്ത ഏരിയാസ് പോലും ചിലപ്പം അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എല്ലാം നമുക്ക് ആ ഇതിൽ കയറുമ്പോൾ ഗൂഗിൾ മീറ്റിൻ്റെ ലൈവ് ക്ലാസ്സിൽ കയറുമ്പം അറിയാൻ പറ്റും. പിന്നെ PYQ അന്ന് പറഞ്ഞതുപോലെ PYQ ആണെങ്കിലും ഓരോ ഏരിയാസും നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ അടക്കം കിട്ടുന്നത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് അത് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഈ 2 കാര്യങ്ങളാണ് മെയിൻ. പിന്നെ നമ്മുടെ ക്ലാസ്സസും നല്ലതാണ്. പിന്നെ ക്വിക്കായിട്ടുള്ള റിവിഷന് എല്ലാവരും I+ തീർച്ചയായിട്ടും ഫോളോ ചെയ്യേണ്ടതാണ്. ഓക്കെ, സന്തോഷം. അപ്പോൾ മെറ്റീരിയലുകളുടെ 3 ആസ്പെക്റ്റും ഭംഗിയായിട്ട് ഉപയോഗിച്ചിരുന്നു. റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും നോട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും, അതിനു പുറമെ ക്വിക്കായിട്ട് ഏരിയകൾ കവർ ചെയ്യാനും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മനസ്സിലാക്കാനും നമ്മുടെ ലൈവ് സെഷൻസും പ്രയോജനപ്പെടുത്തി എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം. ഇനിയും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, 1-2 കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞു. നമ്മുടെ മെറ്റീരിയലുകൾ ഏത് രീതിയിലാണെങ്കിലും അവനവൻ്റെ കംഫർട്ട് സോണിൽ കവർ ചെയ്യുക എന്നുള്ളതും കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതും. ഈ എക്സാം നടത്തി കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലെ പ്രഷർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത് എങ്ങനെയാവും, എന്ന് പരീക്ഷ വരും എന്നുള്ളൊരു ആശങ്കകളൊക്കെ കുട്ടികൾക്കുണ്ടായിരുന്നു. അതിനെ എങ്ങനെ അതിജീവിച്ചു? ഇനിയും അടുത്ത ഒരാള് നെറ്റിന്റെ ജേർണിയിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം? ഹസീബയുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഈ 2 കാര്യങ്ങളൊന്ന് പറയാം. ആദ്യമായിട്ട് ഈ ഒരു നെറ്റ് എക്സാം ഞാൻ ആദ്യമായിട്ട് എഴുതുമായിരുന്നു. അത് എൻ്റെ ജൂൺ സൈക്കിളിൽ ആദ്യമായിട്ട് എഴുതാൻ വേണ്ടി പോകുന്നത്. അപ്പം കുഞ്ഞിനെയും കൊണ്ട് പോകുമ്പോൾ തന്നെ അറിയാമല്ലോ, അവളെ വണ്ടിയിലിരുത്തി, ഇതുപോലെ പേരൻസും ഉണ്ടായിരുന്നു, ഹസ്ബൻഡും ഉണ്ടായിരുന്നു. അപ്പം അവരെല്ലാം വെച്ച് ഒക്കെ റെഡിയാക്കി. ഇതുപോലെ ഞാൻ മാത്രമല്ല, ഇതുപോലെ ഒത്തിരി പേരുണ്ട്. അതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം അറിയുന്ന ആ പരീക്ഷ ഇനിയിപ്പോൾ എടുക്കില്ല, അത് റദ്ദാക്കിയെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി സങ്കടമായി. ആ ഒരു ദിവസം നമുക്ക് ആ ഒരു മൂടങ്ങ് മാറി. പക്ഷെ പിന്നെ പറഞ്ഞതുപോലെ അതും നോക്കിയിരുന്ന് കഴിഞ്ഞു. ആ ഒരു മൈൻഡ് സെറ്റിൽ എടുത്ത് വെക്കാതെ നമുക്ക് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല. പിന്നെ അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അത് പറയുമ്പോൾ ഇതിനേക്കാളും ഒത്തിരി എളുപ്പമുള്ളൊരു പരീക്ഷയോ വരുന്നത്, ആ മാറ്റി വെച്ച പരീക്ഷ. എന്താണെങ്കിലും അത് കഴിഞ്ഞു, ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്നുള്ളത് മനസ്സിൽ വന്നു. ഇനി വീണ്ടും എന്താണെങ്കിലും പരീക്ഷ നടക്കും എന്നുള്ള കാര്യം ഉറപ്പായി. അതുകൊണ്ട് പിന്നെ 2 ദിവസത്തിനുള്ളിൽ തന്നെ വീണ്ടും പഠിക്കാൻ തുടങ്ങിയായിരുന്നു. കാരണം അല്ലാതെ പിന്നെ വീണ്ടും എത്തില്ല. എന്താണെങ്കിലും സമയം കിട്ടിയപ്പം ഇനി കുറച്ചുകൂടെ പഠിക്കാമല്ലോ എന്നുള്ളൊരു കാര്യം മൈൻഡിൽ ആദ്യം വന്നേ. എന്താണെങ്കിലും അത് പോയി, ഇനി കുറച്ചുകൂടെ ടൈം കിട്ടും. ഇപ്പം കുറച്ചുകൂടെ ടൈം കിട്ടിയതുകൊണ്ട് കുറച്ചുകൂടെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലോട്ട് പിന്നെ എത്തി. തീർച്ചയായിട്ടും ആ ഒരു പോസിറ്റീവ് അപ്രോച്ചാണ് ലൈഫിൽ ഏത് കാര്യത്തിലായാലും. നമ്മൾ കഴിഞ്ഞു പോയൊരു കാര്യത്തെ പറ്റി റിഗ്രറ്റ് ചെയ്യുന്നതുകൊണ്ടോ വിഷമിക്കുന്നതുകൊണ്ടോ ആ സാഹചര്യം മെച്ചപ്പെടാൻ പോകുന്നില്ല. നമുക്കിനി എന്ത് ചെയ്യാനുണ്ട് എന്ന് ആലോചിക്കുക. ഹസീബ വളരെ മനോഹരമായ ഒരു പോയിന്റാണ് പറഞ്ഞത്. അതുപോലെ ആ നെറ്റ് പ്രിപ്പറേഷൻ ജേർണിയിൽ വിദ്യാർത്ഥികളോട് എന്താണ് പറയാനുള്ളത് എന്നുകൂടി പറയാം. എനിക്ക് ആദ്യം പറയാനുള്ളത്, നിങ്ങൾക്കൊരു ഫോക്കസ് വേണം. നമുക്ക് എത്തണം എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളെ തന്നെ വിശ്വസിക്കണം. നിങ്ങൾക്ക് എത്താൻ പറ്റും, എല്ലാവർക്കും എത്താൻ പറ്റും. എല്ലാവർക്കും കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരേ തലച്ചോറാണല്ലോ, അപ്പോൾ പിന്നെ പറ്റും. എൻ്റെ ഒരു ടീച്ചർ പറഞ്ഞൊരു കാര്യമായിരുന്നു, എല്ലാവർക്കും നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പം എല്ലാവർക്കും ഒരേ ക്ലാസ്സിൽ 30 കുട്ടികളുണ്ടെങ്കിൽ 30 കുട്ടികൾക്കും ഒരേ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണുള്ളത്. ആർക്കും കൂടുതൽ പഠിക്കാനില്ല, കുറവും പഠിക്കാനില്ല. പക്ഷേ ഒരു പരീക്ഷ വരുമ്പം പലർക്കും പല മാർക്കാണ്.
അത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓരോരുത്തരും ഫോളോ ചെയ്യുന്ന രീതി വേറെയാണ്. അപ്പോൾ നമ്മൾ ചിലപ്പം നമുക്ക് എൻ്റെ ക്ലാസ്സിൽ തന്നെ ഒത്തിരി പേരുണ്ടായിരുന്നു, ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യും. നമ്മളൊക്കെ ചെയ്യുന്നതിനേക്കാളും ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യും, ഇരുന്ന് നോട്ട് പ്രിപ്പയർ ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷേ എന്നാലും ചില സമയത്ത് അവർക്ക് അങ്ങോട്ട് എത്താൻ പറ്റില്ല. ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റിയോ തിരിച്ചോ ചോദിച്ചാൽ ചിലപ്പോൾ അവർക്ക് അത് എഴുതാൻ പറ്റില്ല. അപ്പോൾ നമ്മളെപ്പോഴും ഹാർഡ് വർക്കിനേക്കാളും കൂടുതൽ സ്മാർട്ട് വർക്കാണ് ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുന്ന എഫേർട്ടിന് നമുക്ക് ഒരു റിവാർഡ് കിട്ടണം. അപ്പോൾ നമുക്ക് റിവാർഡ് എന്തിരുന്നാലും കിട്ടണം എന്നുള്ള രീതിയിൽ നമ്മൾ ആ രീതിക്ക് നമ്മുടെ എഫേർട്ട് എടുക്കണം. നിങ്ങൾക്ക് ഒത്തിരി ടൈമുണ്ടോ? ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എത്ര ടൈം ഉണ്ട് പഠിക്കാൻ, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒത്തിരി നേരം ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ ടോപ്പിക്കും വിശാലമായിട്ടിരുന്ന് പഠിക്കാം. പക്ഷേ നിങ്ങൾക്ക് സമയം വളരെ കുറവാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓരോ ടോപ്പിക്കും വേഗം നോക്കി പോകുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നെറ്റ് എക്സാമിൽ നമുക്കൊന്നും ഒത്തിരി എഴുതാനില്ല, എല്ലാം MCQ. നമുക്കൊരു കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കോൺസെപ്റ്റിൽ നമുക്കത് MCQ വരുമ്പം അതിൻ്റെ നമുക്കൊരു കോൺസെപ്റ്റ് അറിയാം, അതിൻ്റെ മെറിറ്റ് അറിയാം, ഡിമെറിറ്റ് അറിയാം, അതെന്താണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചോദ്യം ഓപ്ഷനും വായിക്കുമ്പോൾ തന്നെ നമുക്കൊന്ന് ലിങ്ക് ചെയ്ത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഒത്തിരി നമ്മൾ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. ഓരോരോ എത്ര പെട്ടെന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് എത്ര ടോപ്പിക്സ് കവർ ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് നമ്മളുടെ മെയിനായിട്ടുള്ളൊരു ഫോക്കസ് ഉള്ളത്. ഇനി നേരെ മറിച്ച് സമയമുള്ള ആൾക്കാണെങ്കിൽ ഓരോ ടോപ്പിക്കും നോട്ട് പ്രിപ്പയർ ചെയ്ത്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സമയമുള്ള ആളാണെങ്കിലും ഇല്ലാത്ത ആളാണെങ്കിലും നമ്മൾ എപ്പോൾ പഠിക്കാൻ തുടങ്ങിയാലും നമുക്ക് പരീക്ഷയ്ക്ക് മുന്നേ ഒന്നുകൂടെ അതെല്ലാം ഒന്ന് റിവൈസ് ആക്കിയാലേ പരീക്ഷ പേപ്പറിൽ നമുക്കതെല്ലാം ഓർമ്മ വരത്തുള്ളൂ. നമ്മളതല്ലാതെ ഒരു കൊല്ലം നമുക്ക് പഠിക്കാൻ കിട്ടിയാലും നമ്മളെല്ലാം പഠിച്ച് പോകും. പക്ഷെ ഒന്ന് റിവൈസ് ചെയ്തില്ലെങ്കിൽ ഇതൊന്നും ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കും വരുന്നത്, എന്നാൽ പോലും നമുക്ക് എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് ഷോർട്ട് നോട്ട്സ് എന്തിരുന്നാലും നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അപ്പം നമുക്കൊരു ഫോക്കസ് വേണം. പിന്നെ നമുക്ക് ടൈം എത്ര ആണെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യണം. പിന്നെ ഇപ്പോൾ പറഞ്ഞത് നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്യണം. നോട്ടാണെങ്കിൽ വളരെ കുറച്ച് നോട്ട് പ്രിപ്പയർ ചെയ്യുക ഓരോ ടോപ്പിക്കും. കാരണം നമുക്ക് എക്സാമിന് 2 ദിവസം മുന്നേ ഈ നോട്ടെല്ലാം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ നമുക്കത് ആ ഒരു 2 ദിവസം മാക്സിമമായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എക്സാമിന് മുന്നേ നമുക്ക് എക്സാം എഴുതാൻ വേണ്ടി പോകുന്നൊരു പ്രഷർ ഉണ്ടാവും, ആ ഒരു ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ നോട്ട്സ് ചെറുതാണെങ്കിൽ നമുക്കത് മനോഹരമായിട്ട് ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റും. പിന്നെ പറയാനുള്ളത്, നിങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കണം. നമ്മൾ ഒരു ബ്രേക്ക് എടുക്കാതെ, അല്ലേ 2 ദിവസം പഠിച്ച് ക്ഷീണിച്ചോ എനിക്കിനി വയ്യ എന്ന് പറയാതെ എന്നും കുറച്ച് നേരമേ ഉള്ളെങ്കിലും എന്നും പഠിക്കണം. പിന്നെ ഞാൻ എപ്പോഴും റിവൈസ് ചെയ്യുമായിരുന്നു. എനിക്ക് റിവൈസ് ചെയ്തില്ലെങ്കിൽ എനിക്ക് തീരെ പറ്റില്ല. അതുകൊണ്ട് ഓരോരോ ടോപ്പിക്കായിട്ട് ഞാൻ പഠിക്കാൻ നോക്കി. നമ്മളുടെ ഓരോ മൊഡ്യൂളും ഒത്തിരി വലുതായിരിക്കും, അതിനെ പല സെക്ഷൻസായിട്ട് തിരിച്ച് പാടുള്ളത് ആദ്യം പഠിക്കുക, അതാണ് ഏറ്റവും നല്ലത്. കാരണം എളുപ്പമുള്ളത് നമുക്ക് ലാസ്റ്റ് ആണെങ്കിലും ഒന്ന് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ നമുക്ക് പാടായിട്ടുള്ള വിഷയങ്ങളും പാടായിട്ടുള്ള കോൺസെപ്റ്റും ഒന്നിന്ന് പഠിക്കാനുള്ളതും ആദ്യം പഠിച്ചത് എന്താണെന്ന് പല പാർട്ടായിട്ട് ഡിവൈഡാക്കി വെച്ച് പഠിക്കുക. പഠിച്ചതിന് ശേഷം അതിന് നോട്ട് ഉണ്ടാക്കുക. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഒന്ന് നോക്കുക. അങ്ങനെ പിന്നെ ആ ഒരു മൊഡ്യൂൾ കഴിഞ്ഞ് പിന്നെ വീണ്ടും ഒന്ന് റിവൈസ് ആക്കുക. അങ്ങനെ റിവിഷനിലൂടെ മാത്രമേ നമുക്ക് എത്താൻ പറ്റുള്ളൂ. പിന്നെ ഈ നോട്ടുകളെല്ലാം, ഈ ഷോർട്ട് നോട്ട് എഴുതുന്നതെല്ലാം വേറൊരു ബുക്ക് സെപ്പറേറ്റ് ആയിട്ട് വെച്ച് എക്സാമിന് മുന്നേ 2 ദിവസം മുന്നേ പിന്നെ ആ ബുക്ക് മാത്രം നോക്കിയാൽ മതി. കാരണം അങ്ങനെ നോക്കിയാലേ നമുക്ക് ആ ഷോർട്ട് നോട്ടുകൾ നോക്കിപ്പോയാലേ ആ 2 ദിവസം കൊണ്ട് നമുക്ക് ഫുള്ളൊന്ന് റിവൈസ് ചെയ്ത് കിട്ടാൻ പറ്റുള്ളൂ. അല്ലാതെ ഒത്തിരി നോട്ടിലൊന്നും നമുക്ക് ലാസ്റ്റ് മിനിറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു നോട്ടുകൂടെ പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ബ്രൈറ്റ് ഫ്യൂച്ചർ. വളരെ സന്തോഷം. ഇനി എനിക്കിതിലൊന്നും ആഡ് ചെയ്യാനില്ല. ക്ലിയർ കട്ടായിട്ടെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഒരു വലിയ യൂണിറ്റിനെ, പാടുള്ളതിനെ ചെറുതാക്കി ചുരുക്കണം, അതിനുശേഷം പഠിക്കണം, സമയത്തിനനുസരിച്ച് പ്ലാൻ ചെയ്ത് പഠിക്കണം. നോട്ട് എഴുതുന്ന കാര്യം ഞാൻ പറഞ്ഞ് ക്ഷീണിച്ചതാണ്. ഹസീബയുടെ വായിൽ നിന്ന് കേട്ടിട്ടെങ്കിലും അവർ അത് ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക. കാര്യം വലിയ നോട്ടുകൾ പ്രിന്റ് എടുത്ത് വെക്കുന്നതിലല്ല കാര്യം. ഇത് ചുരുക്കി എഴുതി ഷോർട്ട് നോട്ട് അവനവൻ്റെ കൈപ്പടയിൽ എഴുതി അത് വായിക്കുന്നതും ആവർത്തിക്കുന്നതും പരീക്ഷയോടടുത്ത് റിവിഷൻ നടത്തുന്നതിൻ്റെ ഇമ്പോർട്ടൻസും ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് അത് പറഞ്ഞു. തീർച്ചയായിട്ടും ഇതൊരുപാട് കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് കരുതുന്നു. ഇനി അടുത്ത പടവ് JRF ആണ്. നമുക്കൊരിക്കൽ കൂടി മൂന്നാമതും ഈ വീട്ടിലേക്ക് വരാനും ഇതുപോലെ ഒരു ഇന്റർവ്യൂവിൽ കാണാനും ഇടയാട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്.